എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചീസ് ബോൾസ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, അപ്പോൾ എന്തായാലും തയ്യാറാക്കി കൊടുക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് ഇത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ചീസ് ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കണം, പക്ഷേ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ എക്സസ് ആയിട്ടുള്ള ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കണ ഉരുളക്കിഴങ്ങ് മുഴുവൻ വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് തന്നെ എടുക്കണുള്ളൂ, ഞാനത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, പക്ഷെ കട്ടകളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഉടച്ചെടുത്താലും മതി. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും എന്താ പറയുക, കോൺഫ്ലോറോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല ചീസ് ബോൾസ്. അപ്പോൾ അതാണ് വെള്ളം ഇല്ലാതെ തന്നെ എടുക്കാൻ പറയണത്. ഇപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മാത്രം ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ, 1 കപ്പ് ഉള്ളോന്നുണ്ടെങ്കിലും. ഇനി ഞാനിവിടെ ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് അളവിലൊന്നും വേണ്ട, പക്ഷേ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ ക്യാരറ്റ്. ഒരുപാട് അളവിലൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ട് തന്നെയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണത്. ഇപ്പോൾ ക്യാരറ്റ് മുഴുവനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് മുറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സവാളയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതും ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിലൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊക്കെ തന്നെ മതി. ഒരുപാട് അളവിലായാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളേർഡ് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടിയും നല്ല കളർഫുള്ളായിട്ട് തന്നെ മാറും. അപ്പോൾ ക്യാപ്സിക്കൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കുട്ടികൾ ക്യാപ്സിക്കം ഒന്നും തീരെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇതും ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ഇഞ്ചിയൊന്നും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം അളവിലാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഞാൻ പിസ്സ ഒറിഗാനോണ് എടുത്തിരിക്കുന്നത്. ഇതും ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ചൊക്കെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം അളവിലാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മളിനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉപ്പൊക്കെ കൂടിപ്പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സ്നാക്സൊക്കെ അല്ല, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയണൈസ് അതിൻ്റെയൊക്കെ കൂടിയായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൂടരുത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളം തീരെ കൂടിപ്പോയിട്ടില്ല. ഇനി എങ്ങാനും നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ചെങ്ങാനും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. പക്ഷേ മാക്സിമം വെള്ളം കൂടിപ്പോവാതെ സൂക്ഷിക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൊസറല്ല ചീസിൻ്റെയും ചെഡാർ ചീസിൻ്റെയും മിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ മിക്സിലേക്കാണ് ചീസ് ചേർത്ത് കൊടുക്കുന്നത്.
സാധാരണ മിക്കവരും ചീസ് ബോൾസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു മിക്സിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടായിരിക്കും ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചീസിൻ്റെ ക്യൂബ്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വരാം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും എല്ലാവിടെയും ഒരുപോലെ തന്നെ ചീസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ചീസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും തീരെ കൂടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ട കേട്ടോ, ഇതുപോലെ ചെറുത് തന്നെ മതി. ഇനി ഇത് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ ഉരുളകളാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം അളവിലുണ്ടാവും ഈ ഒരു ചീസ് ബോൾസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് എന്താ പറയുക, ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ കുറച്ചും കൂടിയും സൈസായിട്ട് വരും. അതിന് ഞാൻ പറഞ്ഞത് ചെറുത് തന്നെ മതിയെന്ന്. ഇതുപോലെ ഞാൻ ഇനി എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ, അതിനുശേഷം കാണിക്കാം. ഞാൻ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒറിഗാനോ ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം തിക്നെസ്സോട് കൂടി ഒരു ബാറ്ററാക്കി മാറ്റണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീസൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള കാരണം വളരെ കുറച്ച് അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടിപ്പോയരുത്. അപ്പോൾ വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ബാറ്ററിന് ഒരിക്കലും കട്ടി കൂടിപ്പോയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ബാറ്ററായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കാക്കണ്ടെന്ന് പറയണതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ചീസ് ബോൾസ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്നെസ് വരും ഇതിൻ്റെ കോട്ടിങ്ങിന്. അപ്പോൾ ചീസ് ബോൾസ് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതുപോലെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇനി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. സാധാരണ ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ഞാനൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിൽ ഓരോ ബോൾസും ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഒരു വാട്ടറൊക്കെ മാറ്റിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററിൽ മുക്കിയെടുക്കും. അപ്പോൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കോട്ടിങ് തന്നെ കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് വരും പുറം ഭാഗം. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ വീണ്ടും മുക്കിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ബ്രെഡ് ക്രംസ് മാത്രം എടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ വാട്ടറി ആയിട്ട് മാറും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 2-2.5 കപ്പോളം അളവിൽ ബ്രെഡ് ക്രംസ് വേണ്ടി വരും. ഇനി ഇത് വീണ്ടും മൈദയുടെ ബാറ്ററിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം ഒരുമിച്ച് ഇതുപോലെ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് കുറച്ച് അധികം സമയമെടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ ഒരു പ്രോസസ്സാണ് കുറച്ചൊരു സമയം എടുക്കുക ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇനി ഇതുപോലെ ഒന്ന് ഞാൻ കോട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇത് 2 പ്രാവശ്യം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. 1 മാസമൊക്കെ വരെ ഇത് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ സ്നാക്സ് ഒക്കെ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ചീസ് ബോൾസ് ഒക്കെ കഴിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതെടുത്തിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് നല്ലൊരു പാർട്ടി സ്നാക്കായിട്ട് ഉപയോഗിക്കാം. നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാവുന്നത് കൊണ്ട് തന്നെ പിന്നെ ആ സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്റ്റാർട്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടുതലുള്ള പാർട്ടികൾ, അതായത് കുട്ടികളുടെ ബർത്ത്ഡേ അങ്ങനത്തെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് വീണ്ടും മൈദയുടെ ആ ഒരു ബാറ്ററിൽ നമുക്ക് മൈദയും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വീണ്ടും നമുക്കിത് ബ്രെഡ് ക്രംസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് മാറും.
പിന്നെ ഇതുപോലൊരു കോട്ടിങ് നമ്മൾ ഇതിന് കൊടുക്കണതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ചീസ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തോട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെയാണ് കറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് 1-2 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഇനി ഞാനിത് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനിനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. പക്ഷേ ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചീസ് ബോൾ ചേർത്ത് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാനൊക്കെയുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണ വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് പ്രത്യേകിച്ചൊന്നും കുക്കാവാനൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ആ കോട്ടിങ്ങൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതുവരെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള മയണൈസിൻ്റെ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മയണൈസും പിന്നെ ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഒരുപാട് അങ്ങോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറം ഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചീസൊക്കെ പുറത്തോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ചെറുതായിട്ടൊക്കെ ഒന്ന് ചീസ് പുറത്തോട്ട് വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട്. പക്ഷേ എണ്ണയൊന്നും പൊട്ടിയൊന്നും തെറിക്കണമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ അത്ര പേടിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ചീസ് ബോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ചെയ്തെടുത്ത സമയത്ത് തന്നെ ചീസ് ചേർത്ത് കൊടുത്ത കാരണം ഉൾഭാഗത്ത് എല്ലാവിടെയും ഉണ്ടാവും ചീസ് നന്നായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫില്ലിംഗ് ആയിട്ട് മാത്രമല്ലേ നമ്മൾ ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ ചീസ് ഒരുപാട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണ പോലെയായിരിക്കും സാധാരണ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത്. അത് കാരണം തന്നെയാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കണത്. എല്ലാം ഞാനിനി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇതുപോലെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ എന്തായാലും കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ചീസ് ബോൾസ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളട്ടെ. അതുകൂടാതെ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.